കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾക്കായി മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. ഘടകകക്ഷികളുടെ നിലപാടും തേടും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്നെങ്കിലും ഈ ഒരു മുഖ്യമന്ത്രി ആരാകും എന്നതിൽ ഒരു തീരുമാനമുണ്ടാകുമോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ചർച്ചയും മറുചർച്ചയും തിരുത്തൽ ചർച്ചയുമായിട്ടൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിൽ നിന്നും നേതാക്കന്മാരുടെ ഒരു സംഘം തന്നെ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഏകദേശ തീരുമാനം എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ദേശീയ നേതാക്കൾ പങ്കുവയ്ക്കുന്നതെങ്കിൽ തന്നെയും ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട 3 നേതാക്കന്മാരും ഒരുപോലെ തന്നെ പിടിവാശിയിലാണ്. അതിനും അപ്പുറത്തേക്ക് നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്നവർ ഓരോ ദിവസവും പല നേതാക്കന്മാരുടെ പേര് പറയുന്നത് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കുന്നത്. ഒരു നേതാവിൻ്റെ പേര് പറയുന്ന ഒരു ദിവസം എങ്കിൽ അടുത്ത ദിവസം മറ്റൊരു നേതാവിൻ്റെ പേര് പറയുന്നു. അങ്ങനെ പലരെയും പല രീതിയിൽ പലപ്പോഴായി പിന്തുണയ്ക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉള്ള നേതാക്കന്മാർ പ്രകടിപ്പിക്കുന്നതെന്നുള്ള തരത്തിലൊരു സംശയവും ഈ അവിടുത്തെ ദേശീയ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ അവസാനവട്ടം നീക്കം നടക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടും വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന് സ്വന്തം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിൽ വലിയ അമർഷമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനുള്ളത്. മുസ്ലിം ലീഗ് അന്ത്യശാസന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം അവരുടെ ദേശീയ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെ വിളിച്ച് സംസാരിച്ചതെന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല, ഓരോ ദിവസം വൈകും തോറും ജനരോഷം 10 മടങ്ങായി വർദ്ധിക്കുന്നൊരു കാഴ്ചയും കേരളത്തിൽ കാണാൻ കഴിയുന്നു. നിലവിലെ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയും എങ്കിൽ തന്നെയും വല്ലാത്ത തരത്തിലുള്ള ചർച്ചകൾ നടത്തി കാര്യങ്ങൾ വലിച്ചിഴയ്ക്കുന്ന ഒരു സമീപനം കേന്ദ്ര നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധിയെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പൂർത്തിയായിട്ടുണ്ട്. അതേസമയം ഈ ചർച്ചകൾ ഇതുവരെയായും സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ദേശീയ നേതാക്കന്മാർക്കുള്ളത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കന്മാരും, അതായത് മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർ ഓരോരുത്തരുമായി മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തും. അതിനുശേഷം ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. സ്വാഭാവികമായും ഇത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഈ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയാത്തത് വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിന് നേരെ ഉയർന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ കോൺഗ്രസിൽ നടക്കുന്ന ഇപ്പോഴത്തെ ചർച്ചകളെ നോക്കിക്കാണുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിനെ പോലും തീരുമാനിക്കുന്ന കാര്യം മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിന് ശേഷം മതി എന്ന നിലപാടാണ് CPIM പോലും തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള അന്തഃഛിദ്രങ്ങൾ പുറത്ത് കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം 3 നേതാക്കന്മാർ, പ്രത്യേകിച്ചും KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്നും അതിനും അപ്പുറത്തേക്ക് കേരളത്തിൽ വലിയ തരത്തിലുള്ള പിന്തുണ ലഭിക്കുമെന്നുമൊക്കെയാണ് KC വേണുഗോപാലിൻ്റെ അനുയായികൾ പറയുന്നത്. എന്നാൽ ഘടകകക്ഷികൾക്ക് ഏറെ താല്പര്യം VD സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തിയാൽ തന്നെയും ഘടകകക്ഷികളുടെ ഒരു സമീപനം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട വിഷയങ്ങൾ കൂടിയാണ്. നിലവിൽ ഇപ്പോൾ ഇന്ന് 11 മണിയോടുകൂടിയാണ് നേതാക്കന്മാരുമായുള്ള ചർച്ചകൾ നടത്തുക എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ചർച്ചകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു പക്ഷേ ഘടകകക്ഷികളിൽ നിന്ന് കേൾക്കാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കും, അവർക്ക് പറയാനുള്ള കൂടി കേൾക്കും. അവസാനവട്ട ചർച്ചയുടെ ഭാഗമായിട്ട് പിന്നീട് AK ആൻ്റണിയെയും ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാനൊരു ശ്രമം നടത്തും. അങ്ങനെ AK ആൻ്റണിയും സോണിയാഗാന്ധിയും ചേരുന്ന ടീം അവസാനഘട്ട ചർച്ചയിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ശേഷമായിരിക്കും ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്നലെയാണ് ഹൈക്കമാൻഡ് ഈ നേതാക്കന്മാരെ എല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ, MM ഹസൻ, K സുധാകരൻ, അങ്ങനെ തുടങ്ങി 5ലധികം നേതാക്കന്മാർ ഇപ്പോൾ ഡൽഹിയിൽ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലേക്ക് പോകുന്നില്ല. പകരം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ടെലിഫോൺ വഴി അറിയിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്.
ഈ 3 പേർക്ക് അപ്പുറത്തെ മറ്റേതെങ്കിലും ഒരാളിലേക്ക് മുഖ്യമന്ത്രി പദം എത്തുമോ എന്നുള്ള കാര്യവുമൊക്കെ ഒരു ചർച്ചയായി മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നത്. ശരി, എന്തായാലും കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾക്കായി മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഇന്ന് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യും. ഘടകകക്ഷികളുടെ നിലപാടും തേടും. ടി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.